അപ്പോൾ എനിക്കും കിട്ടി നാട്ടിൽ നിന്ന് ഒരു പാഴ്സൽ. ലേറ്റ്ലി നാട്ടിൽ നിന്ന് ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയി ഓരോന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ പാരൻസിനോട് ഇങ്ങനെ പറയും, അങ്ങനെ അതൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കിട്ടില്ല, നമ്മൾ നാടൻ സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു ഇതേപോലെ അൺബോക്സിങ്. അങ്ങനെയാണ് ഞാൻ മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്കിനെ കുറിച്ച് അറിയണേ. അവർക്ക് ഇന്റർനാഷണൽ കൊറിയർ ആൻഡ് കാർഗോ സർവീസ് ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഞാനൊരു ട്രിവാൻഡ്രം കാര്യമാണ്, അപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട്. അവർ പറഞ്ഞു സാധനം കൊണ്ടെത്തിച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു, പോണ വഴിക്ക് എന്തൊക്കെ വാങ്ങണമായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ ഓരോ അപ്ഡേറ്റ്സും വാട്സപ്പ് വഴി എനിക്ക് അവർ അയച്ചു തന്നു, അതേപോലെ വീട്ടുകാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 to 10 വർക്കിംഗ് ഡേയ്സാ പറഞ്ഞത്. 7 ഡേയ്സിൽ എനിക്ക് കിട്ടി. നമുക്ക് എന്തായിരുന്നാലും ഇത് അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ട്, പാക്കിംഗ് എല്ലാം ഓക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല സെക്യൂർ ആയിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. നമ്മളിത് അൺറാപ്പ് ചെയ്യാൻ തന്നെ നല്ല സമയമെടുക്കും. പിന്നെ എൻ്റെ 2 ബോട്ടിലെ വെള്ളം ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉപ്പിലിട്ടതാണ്. അത് ഇവരുടെ പാക്കിങ്ങിൻ്റെ പ്രശ്നമല്ല, അത് ബോട്ടിലിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ വേറെ ഒരു പ്രശ്നം തന്നെ ഈ പാക്കിങ്ങിനുണ്ടായിരുന്നില്ല. ഞാനിപ്പം അൺറാപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയുടേത്. അപ്പോൾ പക്ഷെ വേറെ ഒരു സാധനത്തിലും അതിൻ്റെ വെള്ളമോ അങ്ങനെയൊന്നും ആയിട്ടില്ല. പുറമേ ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ട്രിവാൻഡ്രത്ത്, എറണാകുളത്ത്, കോഴിക്കോട്, തിരുവല്ല, കണ്ണൂരാണെന്ന് തോന്നുന്നു. ഇത്രയും സ്ഥലങ്ങളിലാണ് അവർക്ക് ബ്രാഞ്ചസ് ഉള്ളത്. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് അവരുടെ സൈറ്റിൽ കയറുമ്പോൾ മനസ്സിലാവും. പിന്നെ വെള്ളം ആയതുകൊണ്ടായിരിക്കാം, ഇത്രയും വലിയ ബോട്ടിലായതുകൊണ്ടായിരിക്കും അത് കളഞ്ഞത്. എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ ഒന്നിലോട്ടും ഒന്നും ആയിട്ടില്ല. പിന്നെ പുറമേ ജസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അയക്കണമെങ്കിൽ ഇവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപിക്കാം. ഇവരുടെ പാക്കിംഗ് ഒക്കെ നല്ലതാണ്. ഈ അച്ചാറൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം, ബോട്ടിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമുണ്ടാവില്ല ആയിരിക്കാം, അറിയില്ല. അച്ചാർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ, പെട്ടിയിൽ കൊണ്ടുവരുമ്പോഴൊക്കെ നന്നായിട്ട് നമ്മൾ റാപ്പ് ചെയ്താലും ഇടയിൽ കൂടെയൊക്കെ എണ്ണയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മലബാർ ലോജിസ്റ്റിക്. നിങ്ങളുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുകയോ എന്തെങ്കിലും നമ്മൾ സ്ക്രീനിൽ ഇടുകയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.